എല്ലാവർക്കും എം ഫേവറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ധനുഷ് ചന്ദ്രൻ എസ്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ കാണുന്നത് പോലെ തന്നെ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അഥവാ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ബേസിക് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ടോപ്പിക്കിന്റെ പേര്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. എന്താണ്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഓക്കെ, അപ്പൊ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളണം. പറയുന്ന കാര്യങ്ങളെല്ലാം ബേസിക് ടോപ്പിക് ആണ്. നമുക്ക് ഇതെല്ലാം പഠിച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോളണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെച്ചോളണം. ഒരു ഡൗട്ടും വരരുത്. ഇപ്പൊ തന്നെ ക്ലാസ് ഇരുന്ന് പഠിപ്പിക്കുന്ന കാര്യം പഠിച്ച് വൃത്തിയാക്കി തന്നെ അങ്ങ് വെച്ചോളണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളണം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളണേ. മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് ആദ്യം ഈ പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. മക്കളെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കുറച്ച് സംഖ്യകളെ പറ്റി ഒന്ന് പറഞ്ഞു തരാം. അത് പറഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമുക്ക് ഒരു മത്സര പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കാം അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളണം. കൂടെ പിടിച്ചോളണം. കട്ടയ്ക്ക് കൂടെ എന്നോളണം. ശ്രദ്ധിച്ചോളണേ. ഇതാ നോക്കിയേ, നമ്മളിതാ പറയാൻ പോകുന്ന ഇതാണ് മക്കളെ. ഫസ്റ്റ് പറയുന്ന ഇതാണ്. ഞാൻ കുറച്ച് സംഖ്യകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണേ. ഓക്കെ, സംഖ്യകൾ പറയുന്നത് എങ്ങനെയാണ് മക്കളെ? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് എണ്ണൽ സംഖ്യകൾ. എന്താണ്? എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ. എന്താണ്? എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ. ഇംഗ്ലീഷിൽ ഇവരെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇനി അത് പ്രത്യേകിച്ച് നിങ്ങളെ പഠിപ്പിക്കണമെന്നില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. മക്കളെ, എന്താണ് എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ ആരംഭിക്കുന്ന പൂർണ്ണ സംഖ്യകളെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കാം. ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1, 2, 3, 4, 5. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ നമ്പേഴ്സിന് നമുക്ക് എന്തെന്ന് പറയാം? എണ്ണൽ സംഖ്യ എന്ന് പറയാം. ക്ലിയർ അല്ലേ? നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ. ക്ലിയർ അല്ലേ? പക്കയല്ലേ? അതിന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കിട്ടിക്കാണും. അപ്പൊ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അത് മറന്നു പോകരുതേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ ആരംഭിക്കുന്ന പൂർണ്ണ സംഖ്യകളെയാണ് എന്തെന്ന് വിളിക്കുന്ന? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ അഥവാ കൗണ്ടിങ് നമ്പേഴ്സ്. ഇങ്ങനെ പല പല പേരുകളിൽ വിളിക്കുന്നു. ഓക്കെ, അടുത്ത പറയുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, ഉറപ്പായിട്ടും പഠിക്കണം, അഖണ്ഡ സംഖ്യകൾ. ഇത് ചിലപ്പോൾ കേൾക്കാത്ത ആൾക്കാർ കാണും. മക്കളെ, അഖണ്ഡ സംഖ്യകളെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. എന്താണ്? ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പേഴ്സ്. മനസ്സിലായിക്കോളണേ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ പറയുന്ന എണ്ണൽ സംഖ്യകൾ തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം ആരെയും കൂടെ കൺസിഡർ ചെയ്യും? പൂജ്യവും കൂടെ എടുക്കും. ഓക്കെ, പൂജ്യവും കൂടെ എടുത്തു കഴിഞ്ഞാൽ, അതായത് എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേർന്ന് വരുന്നവയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ പോകുന്ന ആൾക്കാരായിരിക്കും. മറക്കരുത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേർന്ന് വരുന്നവയാണെന്ന് വിളിക്കുന്ന അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എണ്ണൽ സംഖ്യകൾ പറഞ്ഞു, അഖണ്ഡ സംഖ്യകൾ പറഞ്ഞു. അടുത്ത പറയുന്നതാണ് ഇരട്ട സംഖ്യകൾ. എന്താണ്? ഇരട്ട സംഖ്യകൾ. അത് മിക്കുള്ള ആൾക്കാർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ. ഓക്കെ, ഈ നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? താഴെ ശിഷ്ടം 0 വരണം അല്ലെ? കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള സംഖ്യകളെ എല്ലാം നമുക്ക് എന്ന് വിളിക്കാം? ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ വരുന്ന സംഖ്യകൾക്ക് ഉദാഹരണമാണ് 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന ആൾക്കാർ അല്ലേ? അറിയാമല്ലോ.
പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ. ഇവരെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. എന്താണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് പറയും ഈവൻ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ? എന്താണ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അതേപോലെ അടുത്ത പറയുന്നതാണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ്. എന്താണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ്. ഓക്കെ മക്കളെ, ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കൊണ്ടെന്നുണ്ട്, രണ്ട് കൊണ്ട് ഓക്കെ, രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്തവ. ഓക്കെ, രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്തവയെയാണ് എന്തെന്ന് പറയുന്നത്? ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. ക്ലിയർ ആണോ? അങ്ങനെ വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? 1, 3, 5, 7 അങ്ങനെ പോകുന്ന ആൾക്കാരാണെന്ന് പറയുന്ന ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ 4 നമ്പേഴ്സ് പറഞ്ഞു തന്നു. ആദ്യം പറഞ്ഞ ആരെ പറ്റിയ? എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഒന്നിൽ ആരംഭിക്കുന്ന പൂർണ്ണസംഖ്യകളെ എന്തെന്ന് വിളിക്കാം? എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ എന്ന് വിളിക്കാം. ഉദാഹരണമാണ് 1, 2, 3 എക്സെട്ര. ഓക്കെ, അഖണ്ഡ സംഖ്യകളാണ് രണ്ടാമത് പറഞ്ഞല്ലേ, ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ? എണ്ണൽ സംഖ്യകളോടൊപ്പം ആരും കൂടെ ചേർന്ന് വരുമ്പം 0 കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ. ഉദാഹരണം ആരൊക്കെയാണ്? 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, അടുത്ത പറയുന്നതാണ് ഇരട്ട സംഖ്യകൾ. എന്താണ് ഇരട്ട സംഖ്യകൾ? ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഈവൻ നമ്പേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആരൊക്കെയാണ്? 2, 4, 6, 8, 10, 12 അങ്ങനെ പോകുന്ന ആൾക്കാരെ ഇരട്ട സംഖ്യകൾ എന്ന് പറയാം. എന്നാൽ എന്താണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്തവ. ആരൊക്കെയാണ്? ഉദാഹരണം 1, 3, 5, 7, 9 അങ്ങനെ പോകുന്ന ആൾക്കാരെന്ന് പറയാം ഒറ്റ സംഖ്യകൾ. അപ്പൊ എണ്ണൽ സംഖ്യ പറഞ്ഞു, അഖണ്ഡ സംഖ്യ പറഞ്ഞു, ഇരട്ട സംഖ്യ പറഞ്ഞു, ഒറ്റ സംഖ്യ പറഞ്ഞു. 4 ക്ലിയർ അല്ലേ? ബാക്കി നോക്കാം. ബാക്കിയും കൂടെ ഒന്ന് ഓടിച്ചു നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ. അടുത്ത പറയുന്നത് മക്കളെ, അടുത്ത പറയുന്നതാണ് ഭാജ്യസംഖ്യകൾ. എന്താണ് ഭാജ്യസംഖ്യകൾ? ശ്രദ്ധിച്ചു കേട്ടോളേ. ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ അവരെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. കോമ്പോസിറ്റ് നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉള്ള സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്? ഭാജ്യസംഖ്യകൾ. എന്താണ് മക്കളെ ഈ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു നമ്പർ എടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത ഉദാഹരണം കൊടുത്ത 4 എടുക്കാം. 4 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര ഘടകമായി? 3 ഘടകമായി. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ നമ്പേഴ്സിനെയാണ് ഇവരുടെ ഫാക്ടേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ഘടകങ്ങൾ എന്ന് പറയും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അതാണ് അവരുടെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓക്കെ, ഇത് 4 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 4 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 4 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ക്ലിയർ അല്ലേ? 4ന് 3 ഘടകങ്ങളുണ്ട്. 4ന് 3 ഘടകങ്ങളുണ്ട്. അതിൽ ഇവിടെ പറയുന്ന എന്താ? രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള, അതായത് ഇപ്പൊ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല? കോമ്പോസിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള എല്ലാ സംഖ്യകളെയും വിളിക്കുന്ന പേരാണ് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ്? ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് നോക്കാം. അഭാജ്യ സംഖ്യകളെ ഇംഗ്ലീഷിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. എന്താണ് പ്രൈം നമ്പേഴ്സ്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഓഡ് ആൻഡ് ഔട്ട് ഒക്കെ ഒറ്റയാനെ കണ്ടെത്താനൊക്കെ ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ എന്ത് വരും? ഈ അഭാജ്യ സംഖ്യകളുടെ തിട്ടിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ കാണും അല്ലേ? എന്നാൽ അഭാജ്യ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉദാഹരണം 2 എടുക്കാം. 2 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും നമ്പറിനെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3നെ എനിക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് പറ്റുമോ? ഇല്ല. 5 എടുത്തു കഴിഞ്ഞാൽ 5നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഇവരുടെ ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയേ വരത്തുള്ളൂ? ഒന്നുകിൽ ആ സംഖ്യ വരും, കൂടെ ആരും വരും? 1 വരും. ഓക്കെ, ആ സംഖ്യയും 1 മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെയാണ് എന്തെന്ന് വിളിക്കുന്ന അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ഉം അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെ
പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. അങ്ങനെയുള്ള ഏതൊക്കെ നമ്പേഴ്സ് അറിയാം? 2, 3, 5, 7, അടുത്ത 11 വരും, 13 വരും, ഇങ്ങനെ പോകുന്ന ആൾക്കാരെയാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, അടിവരയിട്ട് പഠിച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭാജ്യ സംഖ്യകൾ പറഞ്ഞു, അഭാജ്യ സംഖ്യകൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്ത പറയുന്നതാണ് മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോളണം, കോപ്രൈം. എന്താണ് കോപ്രൈം? ഓക്കെ, മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ പറയുന്ന കോപ്രൈമുകൾ എന്ന് പറയും. രണ്ട് സംഖ്യകളുടെ HCF 1 ആയാൽ എന്താണ് HCF? ഈ HCF ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് LCM-ഉം HCF-ഉം പഠിക്കാം. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഈ കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCF 1 ആയിട്ട് വരുന്ന, അതായത് നമ്മൾ രണ്ട് നമ്പർ എടുക്കുമ്പോൾ 2, 3 എന്ന് പറയുന്ന നമ്പർ, ഈ നമ്പേഴ്സിന്റെ HCF എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് വെച്ചാൽ ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ? 1 ഉള്ളൂ. വേറെ ഒരു നമ്പർ കൊണ്ട് ഇവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ 2, 3 എന്താണ്? കോപ്രൈംസ് ആണ്. 4, 5 ഒന്നുകൊണ്ടേ ചെയ്യാൻ പറ്റൂ, കോപ്രൈംസ് ആണ്. 7, 8 ഒന്നുകൊണ്ടേ ചെയ്യാൻ പറ്റൂ, കോപ്രൈംസ് ആണ്. ഇതേപോലുള്ള നമ്പറുകൾ ഓക്കെ HCF 1 ആയിട്ട് വരുന്ന HCF 1 ആയിട്ട് വരുന്ന രണ്ട് സംഖ്യകൾ, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോപ്രൈമുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? കോപ്രൈമുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഞാൻ ഭാജ്യ സംഖ്യകൾ പറഞ്ഞു, അഭാജ്യ സംഖ്യകൾ പറഞ്ഞു, കോപ്രൈമുകൾ പറഞ്ഞു. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? എങ്കിൽ ഞാൻ അടുത്ത പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, പരിപൂർണ സംഖ്യകൾ. എന്താണ്? പരിപൂർണ സംഖ്യകൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ VFA ഇപ്പൊ നമ്മുടെ ലിസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന VFA, അതുപോലെ തന്നെ എന്താണ് ബെബ്കോ LD, അതിൻ്റെയൊക്കെ പ്രിലിംസ് ഉണ്ടായിരുന്നല്ലോ. ആ പ്രിലിംസിൽ ഒരു 4ാമത്തെ സ്റ്റേജോ 3ാമത്തെ സ്റ്റേജോ അങ്ങനെ ഏതോ ഒരു സ്റ്റേജിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇനി കറക്റ്റ് ഉറപ്പില്ല. അങ്ങനെ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ, അതാണോ ഇനി കറക്റ്റ് ഉറപ്പില്ല, ഏതോ ഈ അടുത്ത കാലത്ത് ചോദിച്ച ഏതോ ഒരു പരീക്ഷയിൽ ഈ പരിപൂർണ സംഖ്യകളെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. വേറൊന്നുമില്ല, ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടിയായാൽ അത്തരം സംഖ്യകളെ പരിപൂർണ സംഖ്യകൾ എന്ന് പറയാം. എന്താണ്? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടിയായാൽ അത്തരം സംഖ്യകളെ പരിപൂർണ സംഖ്യകൾ എന്ന് പറയാം. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് ഞാനിവിടെ ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണ്? 6 ആണ്. ഏതാണ്? 6 ആണ്. പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് മക്കളും ചിന്തിക്കുക, ഞാൻ 6 വെച്ച് തന്നെ പറയാം. 6 ഒരു പരിപൂർണ്ണ സംഖ്യയാണ്. അതെങ്ങനെ പരിപൂർണ്ണ സംഖ്യ ആവും നോക്കാം. 6 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതൊക്കെയുണ്ട്? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ്? 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 6ന്റെ ഘടകങ്ങളായിട്ട് ആരൊക്കെ വരത്തുള്ളൂ? 1 വരും, 2 വരും, 3 വരും, 6 വരും. ആരൊക്കെയാണ്? 1 വരും, 2 വരും, 3 വരും, 6 വരും. ക്ലിയർ അല്ലേ? ഇനി ഈ 6ന്റെ ഈ ഘടകങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടി വയ്ക്കിയേ. കൂട്ടിക്കഴിഞ്ഞാൽ മക്കളെ എത്രയെന്ന് കിട്ടും? അതായത് 1, 2 കൂട്ടിയാൽ 3 ആണ്, 3, 3 കൂട്ടിയാൽ 6 ആണ്, 6, 6 കൂട്ടി എത്ര? 12 കിട്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടിയായാൽ, ഇവിടെ 6 ആണ്, 6ന്റെ ഇരട്ടിയായ എന്ത് കിട്ടി? 12 കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പരിപൂർണ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ, അന്ന് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഈ 6 ആണ് ആൻസർ വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ പരിപൂർണ സംഖ്യ ആയിട്ടുള്ളത് ഏതാണ്? അങ്ങനെ എന്തുവാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൽ 6 ആണ് ആൻസർ വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടുള്ള കാര്യം പഠിച്ചിരിക്കണം. ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ്, മറക്കരുത്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഭാജ്യ സംഖ്യകൾ പറഞ്ഞു, അഭാജ്യ സംഖ്യകൾ പറഞ്ഞു, കോപ്രൈമുകൾ പറഞ്ഞു, പരിപൂർണ സംഖ്യകൾ പറഞ്ഞു. അപ്പൊ ഞാൻ 8 സംഖ്യകളെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? ആരൊക്കെയാണ്? ഒന്നും കൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം പറഞ്ഞ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകളാണ്. പിന്നെ പറഞ്ഞതാണ് അഖണ്ഡ സംഖ്യകളാണ്. പിന്നെ പറഞ്ഞതാണ് ഇരട്ട സംഖ്യകളാണ്. പിന്നെ പറഞ്ഞതാണ് ഒറ്റ സംഖ്യകളാണ്. പിന്നെ പറഞ്ഞതാണ് ഭാജ്യ സംഖ്യകൾ. അടുത്തേതാണ് അഭാജ്യ സംഖ്യകൾ. അടുത്തേതാണ് കോപ്രൈമുകൾ. അടുത്ത പറഞ്ഞതാണ് പരിപൂർണ സംഖ്യകൾ. ഓക്കെ മക്കളെ, ഇത്രയും പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം പക്കയാണോ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ അപ്പം നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് നമ്പേഴ്സിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നമുക്ക് ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് ഇതിന്ന് ചോദിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ.
നമുക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളണേ, പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോളണം. ക്വസ്റ്റ്യൻസിലോട്ട് പോകാമേ. ഓക്കെ, ടൈപ്പായിട്ടാണ് പറയുന്നത്, ടൈപ്പായിട്ട് തന്നെ എഴുതിയങ്ങ് വെച്ചോളണം മക്കളെ. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എങ്ങനെയാണ്? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഓക്കെ മക്കളെ, ഇവിടെ പറയുന്ന ആദ്യത്തെ എന്ന് പറഞ്ഞിരിക്കും, ഇത്ര എണ്ണം തന്നിരിക്കും, എണ്ണൽ സംഖ്യ എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിരിക്കും. ഓക്കെ, ആദ്യത്തെ എന്ന് പറഞ്ഞിരിക്കും, 100 എന്ന് പറഞ്ഞിരിക്കും, അല്ല എണ്ണം കാണും, പിന്നെന്ത് കാണും? എണ്ണൽ സംഖ്യ, ഏതരം സംഖ്യ ആണെന്നുള്ള കാര്യം കൂടെ പറഞ്ഞിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ മക്കൾ, ഇവിടെ നിന്ന് പഠിച്ചോളണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ, എങ്ങനെയാണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എഴുതി വെച്ചോളണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്, എഴുതി വെച്ചോളുക. ഇക്വേഷൻ എന്താ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ എഴുതി വെച്ചോളണം. n ഇൻറ്റു n പ്ലസ് 1/2. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ തുക കണ്ടെത്താൻ എവിടെ വന്നാലും ചോദിക്കാറുള്ളതാണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എവിടെ എണ്ണൽ സംഖ്യകൾ, ആദ്യത്തെ ഇത്ര എണ്ണം എണ്ണൽ സംഖ്യകൾ പറഞ്ഞിട്ട് അവരുടെ തുക എവിടെ കണ്ടെത്താൻ വന്നാലും ഇക്വേഷൻ എന്താണ്? ഞാൻ അങ്ങനെ ഇക്വേഷൻ പഠിപ്പിക്കാറില്ല, എങ്കിലും ഇവിടെ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നതാണ് എളുപ്പം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലേക്കൊക്കെ പോയി സമാന്തര ശ്രേണിയിലൊക്കെ പോയിട്ട് ആകെപ്പാടെ കുഴഞ്ഞ് എല്ലാം കൂടെ ഭയങ്കര പാടായിട്ട് മാറും. അതുകൊണ്ട് ഈ ഇക്വേഷൻ പഠിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ഒന്നാമത് പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്, ഇത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, ഉറപ്പായിട്ടും പഠിക്കണം. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2 ആയിരിക്കും. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൽ കൊടുത്തങ്ങ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഇതിൽ കൊടുത്ത് ചെയ്യാൻ അറിയാമല്ലോ. മക്കളെ എങ്ങനെ ചെയ്യാൻ നോക്കാമേ, ശ്രദ്ധിച്ചു കേട്ടോളണേ. ഇവിടെ ഇതിൽ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട്, എത്രയാണ്? 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 100 എടുത്ത് എന്നിന്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി. എങ്ങനെ വരും? 100 ഇൻറ്റു 100 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം 100ഉം അപ്പോഴേ അങ്ങ് വിട്ടാ അല്ലേ? എത്ര വരും? 100ന് ഇവിടെ 1 2 2 വരും. ഇവിടെ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 2 കൊണ്ട് വെട്ടിയാൽ 50 ഇൻറ്റു 2 ആണ് 100. അപ്പൊ 50 എന്ന് കിട്ടി. അപ്പൊ ഇതെങ്ങനെ വരും? 50 ഇൻറ്റു 100 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ആണ്. ഡിവൈഡഡ് ബൈ 1 ആയതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് 50ന്റെ 0 എടുക്കാതെ 101 ഇൻറ്റു 5 ചെയ്താൽ മതി. ഞാൻ ചെയ്ത് നോക്കുന്നില്ല, 101 ഇൻറ്റു 5 ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1 ഇൻറ്റു 5 5 തന്നെ ആയിരിക്കും. 0 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. 5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ വീണ്ടും 5 വരും. എന്നിട്ട് ഈ 50ന്റെ ഒരു 0യും കൂടെ ഇതിൽ കൊടുക്കുമ്പം 5050 എന്ന് ആൻസർ കിട്ടും. എത്രയാണ്? 5050 എന്ന് ആൻസർ കിട്ടും. അതായത് മക്കളെ മനസ്സിലാക്കി വെച്ചോളണം, ഇവിടത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5050 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ പഠിക്കണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തുവാണ്? n ഇൻറ്റു n പ്ലസ് 1/2. എല്ലാവരും കൂടെ പറയണം, n ഇൻറ്റു n പ്ലസ് 1/2. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശ്രദ്ധിച്ചു കേട്ടോളെ, പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറയണേ. നിങ്ങൾ വേണം പെട്ടെന്ന് പറയാനായിട്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എന്താണ്? ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? എണ്ണൽ സംഖ്യയാണ്, ആദ്യത്തെയാണ്, എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാനാണ് ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1/2 തന്നെയാണ്. അതായത് 30 ഇൻറ്റു 30 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ന് വരും? 2 എന്ന് വരും. 30 ഇവിടെ 1 2 2 എന്ന് വരും. 30നെ 2 കൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് 15 പകുതി എടുത്താൽ മതി. എവിടെ 2 കൊണ്ട് വെട്ടാൻ വന്നാലും നേർ പകുതി എടുക്കുക. 30ന്റെ പകുതി എത്രയാ? 15 ആണ്. അതായത് എങ്ങനെ വരും ആൻസർ? 15 ഇൻറ്റു 30 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 31 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി 15 ഇൻറ്റു 31 എല്ലാവർക്കും ചെയ്ത് നോക്കാനായിട്ട് അറിയാമല്ലോ. 31 ഇൻറ്റു 15 ചെയ്യുക. എത്ര വരും? 1 5 5 5 3 15 1 1 1 3 3 5 ഇവിടെ 6 ഇവിടെ 4. അതായത് എത്രയെന്ന് കിട്ടും? 465 എന്ന് കിട്ടും. എത്രയാണ്? 465 എന്ന് കിട്ടും. അതായത് ഇവിടത്തെ ആൻസർ എത്രയാണ്? 465 ആണ്.
ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് മനസ്സിലായോ? ഒന്നാമത്തെ ടൈപ്പ് ക്ലിയർ ആണോ? ഒന്നാമത്തെ ടൈപ്പ് പക്കയാണോ? ഒന്നാമത്തെ ടൈപ്പ് 465. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് പക്കയല്ലേ? നമ്മൾ പറഞ്ഞ എന്താ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n × n+1/2. എന്താണ്? n × n+1/2. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാലോ, ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഇങ്ങനെയാണ് പറയുന്നത്, ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? എന്താണ്? ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഓക്കെ മക്കളെ, ഇവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ആദ്യത്തെയാണ് 50. അപ്പൊ n ഇരട്ട സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണ്? ഇരട്ട സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എണ്ണൽ സംഖ്യ വന്നാൽ n × n+1/2 ആണ്. ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. നേരത്തെ ഒരു 2 അങ്ങ് മറന്നു കളഞ്ഞാൽ മതി. അതായത് n × n+1 ആണ്. എന്താണ്? n × n+1 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n × n+1. എന്താണ്? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n × n+1. മറക്കരുത്. അപ്പൊ എല്ലാരും ഉറക്കെ പറയണം, കൂടെ പറയണം. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n × n+1. എന്താണ്? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n × n+1. മറക്കുവോ? പക്കയല്ലേ? ഓക്കെ അല്ലേ? രണ്ടെണ്ണം പറഞ്ഞു. എണ്ണൽ സംഖ്യ ആണെങ്കിൽ n × n+1/2 ആണ്. ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ n × n+1 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്ത് കൊടുത്ത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനകത്ത് കൊടുത്ത് അങ്ങ് ചുമ്മാ അങ്ങ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് എങ്ങനെ ചെയ്യാൻ? ഇതേപോലെ 50 × 50+1 എന്ന് വരും. ഓക്കെ, അതായത് 50 × 51 എന്ന് വരും. 51 × 5 ചെയ്തിട്ട് എന്ത് കൊടുത്താൽ മതി? ഒരു 0 കൊടുത്താൽ മതി. അതായത് 5 × 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 5 25 ആണ്. എന്നിട്ടൊരു 0 കൊടുക്കുമ്പോഴത്തേക്ക് 2550 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 2550. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2550 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം പക്കയാണോ? പറഞ്ഞ കാര്യം പക്കയാണോ? അതായത് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? n × n+1. എന്താണ്? n × n+1. രണ്ട് ഇക്വേഷൻ പഠിപ്പിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കൂടെ പഠിച്ചു പോകണം. ഇനി പിന്നീട് പഠിക്കാൻ വെക്കരുത്. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാം. എന്നാൽ ഞാൻ അടുത്ത പറയാൻ പോകുന്നതാണ്. ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു കേട്ടോളണേ. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? എന്താണ്? ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഓക്കെ, ആദ്യത്തെ 50 ഒറ്റ സംഖ്യകൾ. നേരത്തെ പറഞ്ഞ എന്താ? എണ്ണൽ സംഖ്യ പറഞ്ഞു. അതുപോലെ എന്ത് പറഞ്ഞു? ഇരട്ട സംഖ്യ പറഞ്ഞല്ലേ? എണ്ണൽ സംഖ്യ പറഞ്ഞു, ഇരട്ട സംഖ്യ പറഞ്ഞു. ഇനി അടുത്ത പറയുന്ന എന്താ? ആദ്യത്തേതാണ്, ഒരു നിശ്ചിത എണ്ണമുണ്ട്. പിന്നെ എന്താ ചോദിച്ചേക്കുന്നേ? ഒറ്റ സംഖ്യയാണല്ലേ? എന്താണ്? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് പറയാൻ പോകുന്ന മക്കളെ. എഴുതി വെച്ചോളണം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ് n². എന്താണ്? n². ഓക്കെ, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n². മറക്കരുത്. എല്ലാവരും കൂടെ പറയണം, ഉറക്കെ പറയണം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? n². ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? n². ക്ലിയർ അല്ലേ? ഇനി ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് 50ന്റെ സ്ക്വയർ എടുത്താൽ മതി. 50ന്റെ സ്ക്വയർ. ഓക്കെ, 50ന്റെ സ്ക്വയർ എടുത്താൽ മതി. 50ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെ വരും? 50ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 50ന്റെ സ്ക്വയർ എടുക്കുക. 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 × 50. ഓക്കെ, ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. 5 × 5 എന്താണ്? 25 ആണ്. 2 0 കൂടെ കൊടുക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 2500 എന്ന് കിട്ടും. അതായത് ഇവിടത്തെ ആൻസർ എത്രയായിരിക്കും? 2500 ആണ്. പറഞ്ഞ കാര്യം പക്കയാണോ? അപ്പൊ നമ്മൾ 3 കാര്യം പഠിച്ചു. എണ്ണൽ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ തുക കണ്ടെത്താൻ n × n+1/2 ആണ്. ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ n × n+1 ആണ്. ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ n² ആണ്. ക്ലിയർ അല്ലേ?
പറഞ്ഞ കാര്യം പക്കയല്ലേ മക്കളെ? ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആർക്കെങ്കിലും 2550 2550 അല്ല 2500. ഓക്കെ, 2500 ക്ലിയർ അല്ലേ? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? പക്കയില്ലേ? അടുത്തയിലോട്ട് പോവാമോ? നമുക്ക് അടുത്തയിലോട്ട് പോവാമോ? അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണേ. അടുത്ത പറയാൻ പോകുന്ന കാര്യമാണ് അടുത്ത 4ാമത്തെ ടൈപ്പാണ്. 4ാമത്തെ ടൈപ്പാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? എന്താണ്? ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? ഇവിടെ വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ എണ്ണൽ സംഖ്യ തന്നെയാണ്, പക്ഷെ എന്താ പറയുന്നേ? അവരുടെ വർഗങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എണ്ണൽ സംഖ്യ തന്നെയാണ്, പക്ഷെ എങ്ങനെയാ? അവരുടെ വർഗങ്ങളുടെ തുകയാണ് ചോദിക്കുന്നത്. വർഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആദ്യത്തെ 8 എണ്ണൽ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എങ്ങനെ വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എങ്ങനെ വരും? 8ന്റെ സ്ക്വയർ. ഓക്കെ, 8 എണ്ണം ഉണ്ട്, ആദ്യത്തെ 8 എണ്ണം. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര 8 സ്ക്വയർ അല്ലേ? ഓക്കെ, ഇതായിരിക്കും സാധനം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എഴുതാനും നിൽക്കേണ്ട, കാര്യം മനസ്സിലാവാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവരുടെ എന്ത് കണ്ടെത്തണം? വർഗങ്ങളുടെ, ഈ വർഗത്തിന്റെ തുകയാണ് കണ്ടെത്താനുള്ളത്. ഓക്കെ, ഇത് കണ്ടെത്താനും ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോളണം മക്കൾ, എളുപ്പമാണ് പഠിക്കാനായിട്ട്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്? 6 ആണ്. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 പഠിച്ചു വെച്ചോളണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെയാണ്, ഇതെങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോളണേ. ഇതിനകത്ത് കൊടുത്താൽ മതി. അതായത് 8 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 8 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ന് വരും 6 എന്ന് വരും. ഓക്കെ, ഇവിടെ 8ഉം 6ഉം തമ്മിൽ നമുക്ക് വെട്ടാം. 2 വെച്ച് വെട്ടാം. 2 വെച്ച് വെട്ടുമ്പോഴത്തേക്ക് 3 2 6 4 2 8. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അങ്ങ് ചെയ്യാം. എങ്ങനെ വരും? അതായത് ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതാം. 4 ഇൻറ്റു 8 ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 9 ആണ്. ഇൻറ്റു 8ഉം 2 കൂടെ ഗുണിച്ചിട്ടേ ചെയ്യാവൂ, കൂട്ടിയിട്ട് ഗുണിച്ചു വെക്കരുത്, തെറ്റാണ്. ബോർഡ് മാസ് പ്രകാരം ആദ്യം ഗുണിക്കുകയേ ചെയ്യാവൂ, ആദ്യം ഇതേ ചെയ്യാവൂ, ഇത് ചെയ്തിട്ടേ കൂട്ടാവൂ. 8ഉം 2 കൂടെ ഗുണിക്കുമ്പോഴത്തേക്ക് 8 2 16, 16 ഒന്നുകൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 17 എന്ന് വരും. ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 3 എന്ന് വരും. ഈ 3ഉം 9ഉം വെട്ടിക്കൂടെ? 1 3 3 3 3 9. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ബാക്കി ഇനി ആരൊക്കെയുണ്ട്? 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. 12 ഇൻറ്റു 17 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. എങ്ങനെയാണ്? 12 ഇൻറ്റു 17 മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊന്ന് സൈഡിൽ ചെയ്ത് കാണിച്ചു തരാം. 17 ഇൻറ്റു എന്ത് ചെയ്യണം? 12 ചെയ്യണം അല്ലെ? 7 2 14 4 ശിഷ്ട 1 1 2 2 2 1 3 1 7 1 1. ഓക്കെ, 4 7 3 10 0 ശിഷ്ട 1 2 204 എന്ന് വരും. എത്രയെന്ന് വരും? 204 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 17 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 170 ആയിരിക്കും. പിന്നെ 17 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 34 ആയിരിക്കും. അത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 204 എന്ന് കിട്ടും. അങ്ങനെ മനസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 204 ആയിരിക്കും ആൻസർ. ഓക്കെ, എത്രയാണ് ആൻസർ എന്ന് പറയുന്ന? 204. അപ്പൊ മക്കളെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 204 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്രയാണ്? 204 ആണ്. എത്രയാണ്? 204 ആണ്. അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എല്ലാവരും പറയണം, ഉറക്കെ പറയണം. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഒന്നുകൂടെ പറയണം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അപ്പൊ ഞാൻ എത്ര ഇക്വേഷൻ പറഞ്ഞ്? 4 ഇക്വേഷൻ. 4 ടൈപ്പ് 4 ഇക്വേഷൻ പറഞ്ഞല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിക്കണം. ഒന്നും കൂടെ പറയാം. ആദ്യത്തെ
n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n സ്ക്വയർ ആണ്. ഓക്കെ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇത്രയും പറഞ്ഞ മനസ്സിലായോ? ഇത്രയും പറഞ്ഞ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയണോ? ക്ലിയർ ആണോ മക്കളെ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാം ഒന്നുകൂടെ പറയണോ? ഒന്നും കൂടെ പറയണോ? ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളണേ. ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോളണം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ് ആദ്യം പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ഇത് പഠിക്കുന്നതിന് വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അത് കാണാതെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഇതിനകത്ത് ഈ പറയുന്ന എന്നിന്റെ വാല്യൂ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് 8 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 2 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 8 ആണ്. അത് മനസ്സിലായല്ലോ? 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു n എന്നാണ്. അതായത് 2 ഇൻറ്റു 8 എന്ന് വരും. പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ന് വരും 6 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ വെച്ച് തന്നെ ഈ 8ഉം 6ഉം തമ്മിൽ നമുക്ക് 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുമ്പോൾ 3 2 6 4 2 8. ഓക്കെ, ബാക്കിയുള്ളത് അങ്ങ് ചെയ്യുന്നു. അതായത് 4 അതേപോലെ വരും. 4 ഇൻറ്റു 8 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. ഇൻറ്റു 2 ഇൻറ്റു 8 ആദ്യം ഇൻറ്റുവേ ചെയ്യാവൂ. ബോർഡ് മാസ് പ്രകാരം ആദ്യം ഇൻറ്റു ചെയ്തിട്ടേ പ്ലസ് ചെയ്യാവൂ. 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 2 16 ആണ്. ആ 16ഉം ഒന്നും കൂടെ കൂട്ടുമ്പോൾ 17 എന്ന് വരും. ഓക്കെ, എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് എടുക്കാം, 3 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ 9ഉം 3ഉം തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? വെട്ടാൻ പറ്റും. അതായത് 1 3 3 വരും. 3 3 9. 3 കൊണ്ട് തന്നെ വെട്ടാം. ബാക്കി ആരൊക്കെയുണ്ട്? 4ഉം 3 കൂടെ ഗുണിക്കുമ്പോൾ 12 ഇൻറ്റു 17. 12 ഇൻറ്റു 17. ഓക്കെ, 12 ഇൻറ്റു 17. 17ഉം 12ഉം ഇവിടെ ഗുണിക്കുമ്പോഴത്തേക്ക് എത്രയെന്ന് കിട്ടും? 204 എന്ന് കിട്ടും. എത്രയാണ്? 204 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. അപ്പം ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. എന്നാൽ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n സ്ക്വയർ ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളണം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഒന്നുകൂടെ പറയാം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. കുറേ തവണ പറഞ്ഞ കാര്യങ്ങൾ എഴുതി എന്ത് ചെയ്യണം? പഠിക്കണം. ഉറപ്പായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് ഇത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും ചോദിക്കാറുള്ള ടൈപ്പാണ്. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാമോ? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? ഓക്കെ ആണോ? പക്കയാണല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യം പക്കയാണല്ലോ. അടുത്തതിലോട്ട് പോവാലോ. ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. അടുത്ത അഞ്ചാമത്തെ ടൈപ്പാണ്. ശ്രദ്ധിച്ചു കേട്ടോളണേ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര? എങ്ങനെയാണ്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര? ഇവിടെ ചിലപ്പോൾ ഖനങ്ങളെന്നും പറയും കേട്ടോ ക്വസ്റ്റ്യനിൽ. ഖനങ്ങൾ അങ്ങനെയും ചിലപ്പോൾ എന്ത് ചെയ്യാം? തന്നിരിക്കാം. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഖനങ്ങളെന്ന് വന്നു കഴിഞ്ഞാൽ ഡൗട്ട് വരരുത്. ക്യൂബിന്റെ കറക്റ്റ് മലയാളം വർഗവും നമ്മൾ പറയുന്നത് പോലെ ക്യൂബിന്റെ കറക്റ്റ് മലയാളം ചിലപ്പം കയറി വരും. ഖനങ്ങൾ എന്നും പറഞ്ഞു വരാം. ഖനങ്ങൾ. ഓക്കെ, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ഖനങ്ങളുടെ തുക എത്രയെന്ന് ചോദിച്ചാലും ക്യൂബുകളുടെ തുക എത്രയെന്ന് ചോദിച്ചാലും രണ്ടും ഒന്നാണ് മീൻ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക ഇവിടെയും എങ്ങനെയാണ്? ആദ്യത്തെയാണ്, ഒരു നിശ്ചിത എണ്ണം ഉണ്ട്, എണ്ണൽ സംഖ്യയാണ്. എന്താണ്? എണ്ണൽ സംഖ്യയാണ്. പക്ഷെ എന്തിന്റെ തുകയാ ചോദിക്കുന്നത്? ക്യൂബുകളുടെ തുകയാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ക്യൂബുകളുടെ തുകയാണ് ചോദിക്കുന്നത്. അപ്പൊ മക്കളെ മനസ്സിലാക്കി വെച്ചോളണം. എന്താണ് പറയുന്നത്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് പഠിക്കാനായിട്ട്. അതായത് n എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? അത് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണല്ലേ. ഇതാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ അതാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ
ക്യൂബുകളുടെ തുകയാണ്. അത് കണ്ടെത്താൻ എളുപ്പമാണ്. ഈ പറയുന്ന n × n+1/2ന്റെ എന്തെടുത്താൽ മതി? ഒരു മൊത്തത്തില് ഒരു സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? n × n+1/2 എടുത്തിട്ട് അതിന്റെ മൊത്തത്തിൽ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടത്തെ ആൻസർ ആയി. അപ്പൊ ഇതാണ് എന്ത് കണ്ടെത്താനുള്ള ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ. എന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് n × n+1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, വായിക്കുന്നത് എങ്ങനെയാണ്? n × n+1/2 ദ ഹോൾ സ്ക്വയർ. എന്താണ്? n × n+1/2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി ഇതിനകത്ത് കൊടുത്ത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനകത്ത് കൊടുത്തങ്ങ് ചെയ്താൽ മതി. മകൾ എത്രയാണ് വന്നേക്കുന്നത്? n എന്ന് പറയുന്ന 10 ആണല്ലേ. ആ 10 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇതേപോലെ കൊടുത്ത് അകത്ത് കൊടുത്ത് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? ഇതാ ഇവിടെ നോക്കിയേ, n എന്ന് പറയുന്ന 10 ആണ്. അപ്പൊ 10 × 10 + 1 ഡിവൈഡഡ് ബൈ 2 എന്നെടുക്കണം. എന്നിട്ട് ഇതിന്റെ മൊത്തത്തിൽ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. ഓക്കെ, ആദ്യം അകത്തുള്ള ചെയ്യാം. 10 ഈ 10ഉം 2ഉം തമ്മിൽ വെട്ടാം. 1 2 2 5 2 10. ഓക്കെ, ബാക്കി എന്ത് വരും? 5 × 10ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 11 ആണ്. ഓക്കെ, അതായത് 5 × 11 ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം. 5 × 11 എന്ന് പറഞ്ഞാൽ 5 11 55 ആണ്. 55ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ മക്കളെ, 55ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? 55 × 55 ചെയ്യണോ അല്ലേ? എന്നാൽ ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ഈ താഴെ വൺസിന്റെ പ്ലേസിൽ 5 വരുന്ന ആൾക്കാരുടെ സ്ക്വയർ കണ്ടെത്താൻ ഏറ്റവും എളുപ്പ മാർഗ്ഗമുണ്ട്. നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് പഠിക്കുമ്പോൾ, വർഗ്ഗവും വർഗ്ഗമൂലവും പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് 55ന്റെ സ്ക്വയർ കണ്ടെത്താനായിട്ട് മനസ്സിലാക്കണം, 5ന്റെ സ്ക്വയർ ഉറപ്പായിട്ടും 5 × 5 25 ആയിരിക്കും. ഓക്കെ, ഇനി ഫ്രണ്ടിൽ വന്ന നമ്പർ എന്താ? 5 ആണ് അല്ലേ. ആ 5ഉം 5 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാണ്? 6 ആണ്. 5ഉം 6ഉം കൂടെ ഗുണിച്ചാൽ എന്തായിരിക്കും? 6 5 30 ആണ്. ആ 30 എടുത്ത് ഫ്രണ്ടിൽ എഴുതുക. അതായത് എത്രയും ആൻസർ കിട്ടും? 3025 ആണ് ഇവിടുത്തെ ആൻസർ. എത്രയാണ്? 3025 ആണ് ഇവിടുത്തെ ആൻസർ. ഇത് ചെയ്തു കഴിഞ്ഞാലും എന്തേ കിട്ടത്തുള്ളൂ? 3025 കിട്ടത്തുള്ളൂ. ഓക്കെ, സ്ക്വയർ എടുത്ത് ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ യൂണിറ്റ് പ്ലേസ് അഥവാ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന 5ന്റെ സ്ക്വയർ എത്രയാ? 5 × 5 25 ആയിരിക്കും. അതെടുത്ത് അങ്ങ് എഴുതുക. എല്ലാത്തിലും അങ്ങനെ വരത്തുള്ളൂ. ഇനി ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ ഏതാ? 5 തന്നെയാണ്. 5ഉം 5 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന നമ്പർ ആരാണ്? 6. 5ഉം 6ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണ്? 30. ഇത് ഈ വൺസിന്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന ആൾക്കാരിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വർഗ്ഗവും വർഗ്ഗമൂലവും പഠിക്കുമ്പോഴത്തേക്ക് പഠിക്കാം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് 3025 ആണ്. ആൻസർ എത്രയാണ്? ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3025 ആണ്. ഓക്കെ അല്ലേ? പക്കയല്ലേ? അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ n × n+1/2 ദ ഹോൾ സ്ക്വയർ. എന്താണ്? n × n+1/2 ദ ഹോൾ സ്ക്വയർ. എന്താണ്? n × n+1/2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ 5ാമത്തെ ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായോ? 5ാമത്തെ ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും മക്കളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? പക്കയാണോ? അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇതുവരെ 5 ടൈപ്പ് പറഞ്ഞു. ഈ 5 ടൈപ്പ് എല്ലാവർക്കും ഓക്കെ അല്ലേ? 5 ടൈപ്പും പറയാൻ പറ്റുമല്ലോ. 5 ടൈപ്പും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുമല്ലോ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെയ്യാതിരിക്കരുത്. ഓക്കെ ഓക്കെ, ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വായും പൊളിച്ചിരിക്കരുത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ചെയ്യണം, പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം, കൂടെ പഠിച്ചു പോകണം. ഇനി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അടിച്ചു വെച്ചോളണം. ഉറപ്പായിട്ടും ആ മാർക്ക് കിട്ടണം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തതിലോട്ട് പോവാം. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്ത പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്ത പറയുന്നത് എങ്ങനെയാണ്? അടുത്ത 6ാമത്തെ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 6ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? എന്താണ്? ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? നമ്മൾ അഖണ്ഡ സംഖ്യകൾ പറഞ്ഞായിരുന്നു. 0 1 2 3 ഇങ്ങനെ പോകുന്ന നമ്പർ, നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ കൂട്ടത്തിൽ ആരെയും കൂടെ എടുക്കും? 0 കൂടെ എടുക്കുന്ന ആൾക്കാരെയാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ എന്ന് പറയുന്നുണ്ട്, ഒരു നിശ്ചിത എണ്ണം പറയുന്നുണ്ട്. എന്നിട്ട് എന്താ കണ്ടെത്താനുള്ളത്? അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് കണ്ടെത്താനുള്ളത്.
ഓക്കെ മക്കളെ, ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകൾ എന്താണ്? ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ എങ്ങനെയാണ്? ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ ഹോൾ നമ്പേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുവേ. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് n × n-1 ഡിവൈഡഡ് ബൈ 2. എന്താണ്? n × n-1 ഡിവൈഡഡ് ബൈ 2 പഠിച്ചു വെച്ചോളണം. ഇതാണ് നമ്മൾ എണ്ണൽ സംഖ്യയിൽ എന്താ പറഞ്ഞത്? n × n+1/2 ആണല്ലേ. ഇവിടെ മൈനസ് വരും, അതങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ എന്താണ്? n × n-1/2. അപ്പൊ ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n × n-1/2. ഇനി നമുക്ക് ചെയ്യാമല്ലോ, സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. നമുക്ക് ശ്രദ്ധിച്ചു കേട്ടോളണേ. ഓക്കെ, ഇവിടെ നോക്കിയേ, എന്നിന്റെ വാല്യൂ കൊടുത്താൽ മതി. 10 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? 10 × 10 - 1 ഡിവൈഡഡ് ബൈ 2. 10ഉം 2ഉം വെട്ടാം, 1 2 2, 5 2 10. ഓക്കെ, എങ്ങനെ വരും? 5 × 10 ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 9 ആണ്. ഡിവൈഡഡ് ബൈ 1 എടുക്കണ്ട. 9 5 8 5 40, 9 5 45 എന്ന് വരും. അതായത് ഇവിടത്തെ ആൻസർ എത്രയായിരിക്കും മക്കളെ? ഇവിടത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 45 ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്ന? ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n × n-1/2 ആണ്. എന്താണ്? n × n-1/2 ആണ്. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്ക് എത്രയെന്ന് കിട്ടും? 45. മറക്കരുത്, ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? n × n-1/2 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അഖണ്ഡ സംഖ്യയുടെ ഐഡിയ എല്ലാവർക്കും കിട്ടിയല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ട് എഴുതിയെടുത്തോളണം മക്കളെ. ആ ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചടങ്ങിൽ പങ്കെടുത്ത 5 ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? എന്താണ്? ഒരു ചടങ്ങിൽ പങ്കെടുത്ത 5 ആളുകൾ. ഓക്കെ, നമ്പർ എത്രയാണ്? 5 ആണ്. 5 ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം ചെയ്യുകയാണ്, ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. എന്നാൽ ആകെയുള്ള മൊത്തം ഹസ്തദാനങ്ങൾ, ഷേക്ക് ഹാൻഡ്സിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെയും നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ത് തന്നെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ അഖണ്ഡ സംഖ്യകളുടെ ഇക്വേഷൻ ആണ്. പഠിച്ചു വെച്ചോണം. n × n-1/2 വെച്ച് വേണം ഇവിടെയും ചെയ്യാൻ. അതാണ് ഞാൻ ഈ ടൈപ്പിന്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അഖണ്ഡ സംഖ്യകളുടെ ഐഡിയ ആണ് ഇവിടെയും വരുന്നത്. എന്താണ്? അഖണ്ഡ സംഖ്യകൾ. ഓക്കെ, അഖണ്ഡ സംഖ്യകളുടെ ഐഡിയയാണ് ഇവിടെയും വരുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതായത് ഈ ഹസ്തദാനം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കണം അത് ഏതിന്റെ ഐഡിയ ആണ്? ഈ പറയുന്ന അഖണ്ഡ സംഖ്യകളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഡൗട്ട് കാണും, എന്തുകൊണ്ടാണ് ഈ അഖണ്ഡ സംഖ്യകൾ വരാനായിട്ട് കാരണം എന്നൊരു ഡൗട്ട് കാണും അല്ലേ? മക്കളെ നോക്കാം, ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 5 പേരെ ഞാനങ്ങ് പറയാൻ പോവുകയാണേ. ഒന്നാമത്തെ ആളിനെ ഞാൻ എ എന്നെടുത്തു, രണ്ടാമത്തെ ആളിനെ ഞാൻ ബി എന്നെടുത്തു, മൂന്നാമത്തെ ആൾ സി, നാലാമത്തെ ആൾ ഡി, അഞ്ചാമത്തെ ആൾ ഇ. ഈ 5 പേരാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന. ഇവർ പരസ്പരം ഹസ്തദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആദ്യം എല്ലാവർക്കും എന്ത് ചെയ്യൂടെ? ഷേക്ക് ഹാൻഡ് കൊടുക്കും അല്ലേ? അത് ബിക്ക് കൊടുക്കും, സിക്ക് കൊടുക്കും, ഡിക്ക് കൊടുക്കും, ഇക്ക് കൊടുക്കും. അതായത് എത്ര പേരുടെ ഷേക്ക് ഹാൻഡ് കൊടുക്കും? 4 പേരുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കും അല്ലേ? എന്നാൽ ബി ആണെങ്കിലാ, എക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനി അടുത്ത ആർക്ക് കൊടുക്കണം? സിക്ക് കൊടുക്കണം, ഡി ഇ. അതായത് എത്ര പേർക്കായിരിക്കും? 3 പേർക്കായിരിക്കും. സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എക്കും ബിക്കും കൊടുത്തു കഴിഞ്ഞു, ഇനി ഡിക്കും ഇക്കും കൊടുക്കും അല്ലേ? അതായത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അടുത്ത ഡി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും സിക്കും കൊടുത്തു കഴിഞ്ഞു, ഇനി ആർക്ക്? ഇക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇക്ക് കൊടുക്കുമ്പം 1 മാത്രമേ ഉള്ളൂ. ഇനി ഇ എന്ന് പറഞ്ഞാൽ എക്ക് കൊടുത്തു, ബിക്ക് കൊടുത്തു, സിക്ക് കൊടുത്തു, ഡിക്ക് കൊടുത്തു. വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് വരും? 0 വരും. അതായത് അഖണ്ഡ സംഖ്യയല്ലേ വന്നേക്കുന്നത്? 0 1 2 3 4 ഇതുപോലെ തിരിഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ 0 വന്നു, പിന്നെ 1 2 3 4 5 ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹോൾ നമ്പേഴ്സിന്റെ കോൺസെപ്റ്റ് വരുന്നുള്ള കാര്യം മനസ്സിലാക്കണം. മനസ്സിലാവാൻ പറഞ്ഞതേയുള്ളൂ, എൻ്റെ കാര്യമില്ല. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി, അല്ലാതെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാവാൻ വേണ്ടി ആ ഒരു ഐഡിയ കൊണ്ടാണ് ഇവിടെ അഖണ്ഡ സംഖ്യകൾ എടുക്കുന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വേണം.
ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതേപോലെ ഹസ്താനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടെത്തുന്ന ഇക്വേഷൻ എടുത്താൽ മതി. n × n - 1/2 ആണ്. ഇതിനകത്ത് കൊടുത്ത് ചെയ്യാൻ അറിയാമല്ലോ. 5 × 5 - 1 ഡിവൈഡഡ് ബൈ 2. 5 2 വെട്ടാനൊന്നും പറ്റത്തില്ല, അപ്പൊ ചെയ്യണം. 5 × 5 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 4/2. 2ഉം 4ഉം തമ്മിൽ വെട്ടാൻ 2 എന്ന് കിട്ടും. 5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10 ആണ്. എത്രയാണ്? 5 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അതായത് ഇവിടത്തെ ഹസ്തദാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന ആൻസർ എത്രയാണ് മക്കളെ? 10 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. എത്രയാണ്? 10 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഇതേപോലത്തെ ഹസ്തദാനം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ എന്ത് ചെയ്തോളണം? അഖണ്ഡ സംഖ്യകളുടെ ഇക്വേഷൻ വെച്ചിട്ട് n × n - 1/2 വെച്ചിട്ട് ചെയ്തോളണം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം പക്കയാണോ? ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുവരെ പറഞ്ഞ ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ എല്ലാ ടൈപ്പും മനസ്സിലായോ? നമ്മൾ 6 ടൈപ്പാണ് ഇതുവരെ പഠിച്ചത്. ഈ ഇതുവരെ പഠിച്ച 6 ടൈപ്പ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാമല്ലോ. ശ്രദ്ധിച്ചു കേട്ടോണേ മക്കളെ. അടുത്ത പറയാൻ പോകുന്ന 7ാമത്തെ ടൈപ്പാണ്. 7ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. 7535 5ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മക്കൾ ഇവിടെ നിന്ന് പഠിക്കേണ്ട അടുത്തൊരു ടേമാണ് സ്ഥാനവിലകൾ. എന്താണ്? സ്ഥാനവിലകൾ. ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ സ്ഥാനവിലയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പ്ലേസ് വാല്യൂ. എന്താണ്? പ്ലേസ് വാല്യൂ. ഓക്കെ, സ്ഥാനവിലകൾ. അതായത് 7535 ആണ്. ഇതില് 5 ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇവരുടെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം വേണം കണ്ടെത്താൻ. ആദ്യം വ്യത്യാസമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇവരുടെ സ്ഥാനവില കണ്ടെത്താം. അതായത് മക്കളെ നോക്കുക, ഈ 5ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? സ്ഥാനവില കണ്ടെത്താൻ എല്ലാവർക്കും അറിയാമല്ലോ, പ്ലേസ് വാല്യൂ. അതായത് ഒറ്റ 10 100 അറിയാമല്ലോ. ഈ സൈഡിൽ നിന്ന് എണ്ണി പോകാവൂ. ആദ്യം ഒറ്റ 10 100 1000. അപ്പൊ 5 നിൽക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്താണ്. സ്ഥാനവില പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്ന ആ നമ്പറും എടുക്കണം, അതിന്റെ കൂട്ടത്തിൽ അതിന്റെ സ്ഥാനവും കൂടി ഗുണിക്കണം. ഇത് ഈ 5 ഒറ്റയുടെ സ്ഥാനത്താണ്. അപ്പൊ 1 കൊണ്ടേ ഗുണിക്കാവൂ. അതായത് 5 × 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 ആയിരിക്കും. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി അടുത്ത 5 എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ഇതിന്റെ സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിൽ വന്നിരിക്കുന്ന നമ്പർ അങ്ങ് അതേപോലെ എടുക്കണം. എന്നിട്ട് ഇതിന്റെ സ്ഥാനം നോക്കുക. ഒറ്റ 10 100 വന്നിരിക്കുന്ന. അപ്പൊ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. 5 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500. ഇതേപോലെ വേണം സ്ഥാനം എടുക്കാൻ. ഇനി 7ന്റെ സ്ഥാനവിലയാണെങ്കിൽ 7 × ഒറ്റ 10 100 1000 ആയിരിക്കും. 7 × 1000 അത് വേണം എടുക്കാൻ. 7000 എന്ന് കിട്ടും. ഇങ്ങനെയാണ് സ്ഥാനവില കണ്ടെത്താനുള്ളത്. പഠിച്ചു വെച്ചോളം ചോദിക്കാറുണ്ട്. അപ്പൊ സ്ഥാനവില അഥവാ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ 10 100 1000 അതും കൂടി ഗുണിച്ചേ, നമ്പറിന്റെ കൂടെ ഗുണിച്ചേ സ്ഥാനം പറയാവൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 5ന്റെ സ്ഥാനവിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 വരും 5 വരും. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഈ 500 നിന്ന് എന്തെങ്കിലും കുറച്ചാൽ മതി, വലുതും ചേർത്തും കുറയ്ക്കണം. 500 5 കുറച്ച് കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 495 എന്ന് സിമ്പിളായിട്ട് നമുക്കിവിടെ ആൻസർ കിട്ടും. എത്രയാണ്? 495 എന്ന് സിമ്പിളായിട്ട് നമുക്കിവിടെ ആൻസറിലേക്ക് എത്താം. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ സ്ഥാനവില കണ്ടെത്താനുള്ളത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും സ്ഥാനവില കണ്ടെത്താൻ മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഉറപ്പായിട്ടും പഠിക്കണേ, ചോദിക്കാറുള്ളതാണ്. അപ്പൊ സ്ഥാനവില കണ്ടെത്താൻ ഇനി അറിയില്ല എന്ന് പറയരുതേ. അപ്പൊ സ്ഥാനവില ഉറപ്പായിട്ടും പഠിക്കണം, പ്ലേസ് വാല്യൂ. അടുത്തതിലോട്ട് പോവാം. അടുത്ത 8ാമത്തെ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണേ. 27312 എത്രയാണ്? 27312 3ന്റെ മുഖവില എത്ര? എന്താണ് മുഖവില? ഇംഗ്ലീഷിൽ ഫേസ് വാല്യൂ എന്ന് പറയും. എന്താണ് ഫേസ് വാല്യൂ? ഇതാണ് നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും. സ്ഥാനവിലയും മുഖവിലയും. സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ, മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ. ഓക്കെ, സ്ഥാനവില എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, സ്ഥാനവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാവൂ. എന്നാൽ മുഖവില എന്ന് പറഞ്ഞാൽ 3ന്റെ മുഖവിലയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 3 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. സ്ഥാനവില ചോദിച്ചാൽ 3ന്റെ കൂടെ ഒറ്റ 10 100 മൾട്ടിപ്ലൈ എടുത്തു കഴിഞ്ഞാൽ 300 എന്ന് കിട്ടും സ്ഥാനവില. എന്നാൽ മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയായിരിക്കും മുഖവില. ഓക്കെ, 3ന്റെ മുഖവില ചോദിച്ചാൽ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 തന്നെ ആയിരിക്കും. അപ്പൊ എവിടെ മുഖവില ചോദിച്ചാലും ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ മുഖവില എന്ന് പറയുന്നത്. മുഖവിലയിൽ വേറെ മാറ്റമൊന്നുമില്ല.
പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ മുഖവില എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. ഏത് നമ്പറിനകത്തും ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ മുഖവില ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ എഴുതിയാൽ മതി. എന്നാൽ സ്ഥാനവില ചോദിക്കുമ്പം എന്ത് ചെയ്യണം? സ്ഥാനവും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ പറയാവൂ. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഞാൻ 2 കാര്യം പറഞ്ഞു, പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും, സ്ഥാനവിലയും മുഖവിലയും. എന്താണ്? സ്ഥാനവിലയും മുഖവിലയും. സ്ഥാനവില ആ പേര് തന്നെയുണ്ട്, ആ നമ്പറിന്റെ കൂടെ എന്ത് ചെയ്യണം? സ്ഥാനവും കൂടെ ഗുണിച്ചേ എടുക്കാവൂ, അപ്പൊ സ്ഥാനവില കിട്ടും. എന്നാൽ മുഖവില ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയായിരിക്കും മുഖവില എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ? അപ്പൊ 2 കാര്യവും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ 8 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റണം. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണേ മക്കളെ. അടുത്ത പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 100നും 400നും ഇടയിൽ, എങ്ങനെയാണ്? 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഓക്കെ മക്കളെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട കാര്യം 100നും 400നും ഇടയിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വരെ കണ്ടെത്തണം. 100 വര 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടെത്താം. ഇത് കണ്ടെത്താനായിട്ട് 100നെ 6 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാണ്? പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് 100നും 400നും ഇടയിലാണ് കണ്ടെത്താനുള്ളത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം 100 വര 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. അതിനെന്ത് ചെയ്താൽ മതി? 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ചെയ്തു നോക്കാം. 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എടുക്കാം. 1 6 6 വരും. 4 0. അതായത് എങ്ങനെ വരും? 4 0 40. 40നകത്ത് 6 6 36. ബാക്കി എത്ര വന്നു? 4 വന്നു. ഇനി ചെയ്യാൻ താഴെ ഇറക്കാൻ ഒന്നുമില്ല. പോയിന്റ് കൊടുത്ത് ചെയ്യാനായിട്ട് പോണ്ട, പോയിന്റ് കൊടുക്കണ്ട. നമുക്ക് കിട്ടിയ ആൻസർ മാത്രം അങ്ങ് എടുത്താൽ മതി. 100ഉം 6ഉം ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടി? ഇത് കറക്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റൂല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പൊ ഈക്വൽ ടു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അപ്രോക്സിമേറ്റ് ഏകദേശ വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് എത്രയാണ്? അതെന്ന് പറയുന്നത് 16 ആണ് അല്ലേ? എത്രയാണ്? 16 ആണ്. അപ്പൊ 100/6 ചെയ്തപ്പോൾ എത്രയെന്ന് കിട്ടി? 16 എന്ന് കിട്ടി. പോയിന്റ് എടുക്കണ്ട, ഈ റിമൈൻഡറും എടുക്കണ്ട. നമുക്ക് കിട്ടിയ കറക്റ്റ് വാല്യൂ മാത്രം എടുത്താൽ 16 ആണ്. അപ്പൊ മനസ്സിലാക്കണം, 100 വര 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്. 6 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 100നും 400നും ഇടയിൽ എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 100 വരെ കണ്ടെത്തണം. അതിന് 100നെ 6 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 16. പോയിന്റ് ഒന്നും എടുക്കരുത്, നമ്പർ മാത്രം എടുത്താൽ 16 എന്ന് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് എങ്ങനെ എടുക്കാം? 400 വരെ കണ്ടെത്താം. 400 വരെ 100 വരെ കണ്ടെത്തി, 400 വരെ കണ്ടെത്താം. 400 വരെ കണ്ടെത്താണ്ട് 400ന് എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോഴും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. നമുക്ക് ചെയ്തു നോക്കാം. 400നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 40നകത്ത് എങ്ങനെ വരും? 6 6 36. എങ്ങനെയാണ്? 6 6 36. മൈനസ് ചെയ്യുമ്പോൾ 4 0. വീണ്ടും 40നകത്ത് 6 6 36. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. വീണ്ടും പോയിന്റ് കൊടുത്ത് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെയും ഏകദേശ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 66 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 66 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കണ്ടെത്തേണ്ട എന്താ? 100നും അതുപോലെ തന്നെ എന്താണ്? 400നും ഇടയിലാണ് അല്ലേ? 100നും 400നും ഇടയിലാണ്. മക്കളെ മനസ്സിലാക്കണം, 100 വരെ 16 എണ്ണം 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 400 വരെ 66 എണ്ണം പറ്റും. അപ്പം 100നും 400നും ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66ന് 16 കുറച്ചാൽ പോരെ? 66 നിന്ന് കുറയ്ക്കണം, 16 കുറയ്ക്കണം. ചിന്തിക്കണം, 100 വരെ 16 എണ്ണം പറ്റും, 400 വരെ 66 എണ്ണം പറ്റും. നമുക്ക് 100നും 400നും ഇടയിലാണ് വേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഈ 400നകത്ത് ഈ 16 ചേർന്ന് നിൽക്കുക. അത് നമുക്ക് വേണ്ട, അതങ്ങ് കുറച്ചാൽ മതി. 66ന് 16 കുറയ്ക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 50 എന്ന് കിട്ടും. അതായത് 50 എണ്ണമാണ്, 50 സംഖ്യകളാണ് 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളായിട്ട് വരുന്നത്. എത്ര എണ്ണം? 50 എണ്ണം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ?
ഒന്നും കൂടി പറയാം. 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം 100 പറഞ്ഞേക്കുന്നുണ്ട്, 100 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തണം. അതിന് 100ന് 6 കൊണ്ട് പറഞ്ഞേക്കുന്നുണ്ട്, 6 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും. പോയിന്റ് ഇട്ട് ചെയ്യരുത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ പോയിന്റ് ഇട്ട് ചെയ്യരുത്. പോയിന്റ് ഇടാതെ ചെയ്യാൻ പറ്റുന്നവരെ ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ മാത്രം എടുത്താൽ മതി. അത് കറക്റ്റ് വാല്യൂ അല്ലാത്തതുകൊണ്ട് ഞാൻ ഈക്വൽ ടു കൊടുക്കുക, അതിന് വളർച്ച കൊടുത്തത് ഏകദേശം. ഓക്കെ, പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ 16 എന്ന് കിട്ടും. അതേപോലെ 400 വരെ, അടുത്ത 400 എൻഡിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, 400 വരെ കണ്ടെത്തണം. അതിന് 400നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെയും പോയിന്റ് ഇട്ട് ചെയ്യരുത്, കിട്ടുന്ന ആൻസർ മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഏകദേശ വാല്യൂ ആയതുകൊണ്ട് 66. ക്ലിയർ അല്ലേ? ആണ് ഈക്വൽ ടു കൊടുക്കാതെ. കറക്റ്റ് വാല്യൂ പോയിന്റ് ഞാൻ ചെയ്തില്ലല്ലോ, കറക്റ്റ് വാല്യൂ അല്ലാത്തതുകൊണ്ടാണ് ആ ഈക്വൽ ടു കൊടുക്കാത്തത്. ക്ലിയർ ആണല്ലോ? ഇനി മനസ്സിലാക്കണം, 100 വരെ 16 എണ്ണം ഉണ്ട്, 400 വരെ 66 എണ്ണം. അതായത് 400 വരെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ 100 വരെയുള്ള 16 എണ്ണം ഇൻക്ലൂഡ് ആകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതും കൂടെ ചേർന്നാണ് വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. 100നും 400നും ഇടയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇടയിൽ ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം 100 വരെയുള്ള സാധനം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് 66, മൊത്തമുള്ള 66 ഇന്ന് ഈ 16 അങ്ങ് കുറച്ച് കളഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 50 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 50 ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലാവാത്ത ഇനി ആരെങ്കിലും ഇരിപ്പുണ്ടോ മകളെ? ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ക്ലിയർ അല്ലേ? പക്കയല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ? നമുക്ക് അടുത്തയിലോട്ട് പോവാമോ? അപ്പൊ നമ്മൾ 9 ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇതുവരെ ക്ലിയർ ആണല്ലോ? അടുത്ത പറയുന്ന 10ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 10ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു കേട്ടോളേ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത കാലത്ത് ഏതോ ഫയർമാനോ ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു കേട്ടോളണം. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ഇവിടെ തുകയല്ല ചോദിച്ചിരിക്കുന്ന, ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം മക്കളെ. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ എടുക്കാൻ പറ്റും? അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യം 0 വരും, പിന്നെ ഏത് വരും? 1 വരും, പിന്നെ 2, ഇങ്ങനെ പോയി 15 എന്ന് പറയുമ്പോൾ അവസാനം ഏതേ വരുള്ളൂ? 14 വരുള്ളേ. കാരണം 0 കൂടെ ഉൾപ്പെടുന്നുണ്ട്. എണ്ണം എടുക്കുമ്പോൾ 14 വരത്തുള്ളൂ. ഓക്കെ, ഇവരുടെ എന്താണ് ചോദിച്ചിരിക്കുന്ന? തുകയല്ല. തുക കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ? ഗുണനഫലമാണ് അല്ലേ? ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? പരസ്പരം ഗുണിക്കണം. ഓക്കെ, ഗുണിക്കണം. ഇവിടെ ഒന്ന് ചിന്തിക്കുക. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യ ചിലപ്പോൾ 1000 എന്ന് പറഞ്ഞേക്കും, 2000 എന്ന് പറഞ്ഞേക്കും, 10000 എന്ന് പറഞ്ഞേക്കും. എത്ര അഖണ്ഡ സംഖ്യ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അവരുടെ ഗുണനഫലമാണെന്നുണ്ടെങ്കിൽ എൻഡിൽ ഉറപ്പായിട്ട് 0 കാണും. ഒരു 0 ഗുണിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ ആൻസർ മൊത്തത്തിൽ എന്തേ ആകത്തുള്ളൂ? 0 ആവുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ 15 എന്നല്ല, എത്ര അഖണ്ഡ സംഖ്യ വന്നാലും അവരുടെ ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? 0. ആ 0 വരാൻ കാരണം അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യം 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന. ഒരു എൻഡിൽ 0 വന്നാൽ മതി. മൊത്തം ഗുണിക്കാൻ വന്ന എത്ര എണ്ണം വന്നാലും ഉറപ്പായിട്ടും 0 ആയിരിക്കും. അതായത് ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ എന്ത് ഗുണനഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് ആൻസർ. കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, 15 ചോദിക്കണമെങ്കിൽ എത്ര ചോദിച്ചാലും ഗുണനഫലം ചോദിച്ചാൽ അഖണ്ഡ സംഖ്യയാണോ ഉറപ്പായിട്ടും 0 വരത്തുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തയിലോട്ട് പോവാമോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായോ? അടുത്തയിലോട്ട് പോവാലോ? അപ്പൊ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോളേ. അടുത്ത 11ാമത്തെ ടൈപ്പാണ്. 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? മക്കളെ, നമുക്ക് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താൻ നമുക്കറിയാം അല്ലേ? എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ n² ആണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ n-ന്റെ എണ്ണം, അവിടെയൊക്കെ എണ്ണം പറഞ്ഞിരിക്കും, ഇവിടെ എണ്ണം പറഞ്ഞിട്ടില്ല. പകരം എങ്ങനെ പറഞ്ഞിരിക്കുന്നു? 1 മുതൽ 29 വരെ. എങ്ങനെയാണ്? 1 മുതൽ 29 വരെ. ഓക്കെ, അപ്പൊ ആദ്യം മുതലാണ് 29 വരെയാണ് വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എത്രയാണ്? ആദ്യം മുതൽ. 1 മുതൽ എന്ന് പറയുമ്പോൾ ആദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന. 29 വരെയാണ് വരുന്നത്. മക്കൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഏത് വരെയാണെന്ന് നോക്കണേ. 29 വരെയാണ് ഈ വന്നിരിക്കുന്ന നമ്പർ. ഓക്കെ, ഏത് വരെയാണെന്ന് നോക്കണം. ഈ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ആദ്യം ഈ വന്നിരിക്കുന്ന നമ്പർ ഒരു ഒറ്റ സംഖ്യയാണോ എന്ന് നോക്കണം. എന്താണ്? ഒരു ഒറ്റ സംഖ്യയാണോ എന്ന് നോക്കണം. ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന സംഖ്യ അതിന് ഞാൻ ചുമ്മാ n എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, n എന്ന് കൊടുക്കണ്ട. എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഞാൻ x എന്ന് കൊടുക്കാം. ഓക്കെ, x എന്ന് കൊടുക്കാം. അതാകുമ്പോൾ ഡൗട്ട് വരത്തില്ല. അതായത് ഇതിനെ x എന്ന് കൊടുക്കാം. അപ്പം ഈ വന്നിരിക്കുന്ന സംഖ്യയുടെ കൂട്ടത്തിൽ
ഉറപ്പായിട്ട് ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒരു 1 കൂട്ടുക എന്നിട്ട് പകുതി എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഇവിടത്തെ എണ്ണം കിട്ടും. എന്ത് കിട്ടും? എണ്ണം കിട്ടും. എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും. അപ്പൊ n കണ്ടെത്താനുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. എന്ത് കണ്ടെത്താനുള്ള രീതി? n കണ്ടെത്താൻ, നമ്പർ ഓഫ്, ഓക്കെ, ഇവിടുത്തെ നമ്പേഴ്സിന്റെ എണ്ണം, എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടെത്താനുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. n കണ്ടെത്താനാണ് പറയുന്നത്. അത് ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ വരുന്നത് ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ n കണ്ടെത്താൻ ആ വന്നിരിക്കുന്ന നമ്പർ, അതിനെയാണ് ഞാൻ x എന്ന് കൊടുത്തേക്കുന്ന, അതിന്റെ കൂടെ 1 കൂട്ടുക എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി വന്നിരിക്കുന്ന ഇവിടെ 29 ആണ് വന്നത്. ഇനി അവിടെ ഒരു ഇരട്ട സംഖ്യയാണ് വന്നതെങ്കിലാ, ചിലപ്പോൾ ഒരു ഇരട്ട സംഖ്യയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഇരട്ട സംഖ്യയാണ് വന്നിരിക്കുന്നുണ്ടെങ്കിലാ എന്ത് ചെയ്യണം? ഇരട്ട സംഖ്യ ആണെങ്കിൽ ആ വന്നിരിക്കുന്ന ഇരട്ട സംഖ്യ എക്സിനെ നേരെ പകുതി എടുത്താൽ മതി, നമുക്കിവിടെ n കിട്ടും. ഓക്കെ, അപ്പൊ ഈ വന്നിരിക്കുന്ന ഏത് വരെയെന്ന് നോക്കണം. ആ വന്നിരിക്കുന്നത് ഒറ്റ സംഖ്യ ആണെങ്കിൽ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക, n കിട്ടും. ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുക്കുക, n കിട്ടും. ഇത് ഉറപ്പായിട്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ, നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആൻസറിലോട്ട് പോവാം. ഇവിടെ എന്താണ്? ഇവിടെ 29 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് n എങ്ങനെ കണ്ടെത്താം? ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഇവിടുത്തെ എണ്ണം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 29 ആയതുകൊണ്ട് 29ന്റെ കൂടെ 1 കൂട്ടണം, എന്നിട്ട് പകുതി എടുക്കണം. 29 പ്ലസ് എന്ന് പറഞ്ഞാൽ 30 ആണ്. 30ന്റെ പകുതി എത്ര? 30/2 30ന്റെ പകുതി എടുത്താൽ എത്രയായിരിക്കും? 15 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഈ 15 എണ്ണത്തിന്റെ തുകയാണ് അപ്പൊ നമ്മൾ കണ്ടെത്താൻ. ഇത് നമ്മൾ ആദ്യം പഠിച്ച, മുമ്പ് പഠിച്ച രീതിയിലേക്ക് മാറി. അതായത് 15ന്റെ സ്ക്വയർ അങ്ങ് കണ്ടെത്തിയാൽ മതി, അപ്പൊ തുക കിട്ടും. അപ്പൊ തുക കണ്ടെത്താനായിട്ട് 15ന്റെ സ്ക്വയർ എടുത്താൽ മതി. 15ന്റെ സ്ക്വയർ എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. 1ന്റെ പ്ലേസിൽ 5 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 5ന്റെ സ്ക്വയർ എപ്പോഴും എന്തേ വരത്തുള്ളൂ? 25 വരത്തുള്ളൂ. ഇവിടെ വന്നേക്കുന്ന നമ്പർ എന്താ? 1 ആണല്ലേ? ആ 1 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാ? 2 ആണല്ലേ? 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? അത് 2 എന്ന് കിട്ടും. അതായത് 225 ആയിരിക്കും ആൻസർ. അതായത് ഇവിടുത്തെ തുക എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാണ്? 225 ആണ്. 225 ആണ് ഇവിടുത്തെ തുക എന്ന് പറയുന്നത്. എത്രയാണ്? 225 ആണ് ഇവിടുത്തെ തുക എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞ കാര്യം പിടികിട്ടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണല്ലോ? പറഞ്ഞ കാര്യം പക്കയാണല്ലോ? അപ്പൊ ഇതേപോലെ ഇത്ര മുതൽ ഇത്ര വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം മുതൽ ഇത്ര വരെ ഉള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഒറ്റ സംഖ്യയാണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മുതലാണ് വരുന്നത്, ആദ്യം മുതൽ ഇത്ര വരെ എന്ന് പറയും. കാരണം 29 വരെ എന്ന് പറയുമ്പോൾ 29 ഒറ്റ സംഖ്യ ഒരിക്കലും വരത്തില്ല, അതിനകത്ത് ഇരട്ട സംഖ്യയോട് മിക്സ് ആയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, 1 മുതൽ 29 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 ഒറ്റ സംഖ്യ ഒരിക്കലും വരത്തില്ല. 1 മുതൽ 29 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒറ്റ സംഖ്യ ഒരിക്കലും 29 എണ്ണം വരത്തില്ല, അതിനകത്ത് ഇരട്ട സംഖ്യയോട് മിക്സ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടെത്താനുള്ള, ഒറ്റ സംഖ്യയല്ല ഇരട്ട സംഖ്യ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഏത് പറഞ്ഞാലും ഇതേപോലെ നമുക്ക് കണ്ടെത്താം. അതിന് ചെയ്യേണ്ട രീതിയാണ് ഈ വന്നിരിക്കുന്ന 29 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വന്നിരിക്കുന്ന നമ്പർ ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ 1 കൂട്ടിയിട്ട് പകുതി എടുക്കണം, n കിട്ടും. ഇരട്ട സംഖ്യയാണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുക്കുക, എന്ത് കിട്ടും? n കിട്ടും. ഓക്കെ, പിന്നെ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചതുപോലെ പഴയ മെത്തേഡിലേക്ക് മാറി ആ ഇക്വേഷൻ വെച്ചങ്ങ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അടുത്തയിലോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 50 വരെയുള്ള ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യ വന്നാലും ഇരട്ട സംഖ്യ വന്നാലും നേരത്തെ പറഞ്ഞ പറഞ്ഞു 50 വരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. 50 എണ്ണോ എന്നല്ല പറഞ്ഞേക്കുന്നത്. 50 എണ്ണോ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, n × n + 1. ഇരട്ട സംഖ്യകളുടെ തുകയായതുകൊണ്ട് ഉറപ്പായിട്ടും എന്താ ഇക്വേഷൻ വരത്തുള്ളൂ? n × n + 1 വരത്തുള്ളൂ. ഓക്കെ, ഇരട്ട സംഖ്യകളുടെ തുകയായതുകൊണ്ട് ഉറപ്പായിട്ടും എന്തേ വരത്തുള്ളൂ ഇക്വേഷൻ? n × n + 1 വരത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ എണ്ണം ഉണ്ടാ? n ഇല്ല. അപ്പൊ n ആദ്യം കണ്ടെത്തണം. n കണ്ടെത്താൻ 50 വരെ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? 50 ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണ്? ഇരട്ട സംഖ്യയാണ്. അപ്പൊ 50ന്റെ നേർ പകുതി അങ്ങ് എടുത്താൽ മതി. n എത്രയെന്ന് കിട്ടും? 25 എന്ന് കിട്ടും. n എത്രയെന്ന് കിട്ടും? 25 എന്ന് കിട്ടും. ഇനി എന്താണ്? ഇത് വെച്ചങ്ങ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താം. അപ്പൊ 25 ഇരട്ട സംഖ്യകളാണ് ഈ 50 വരെ വരുന്നത്. ഈ 25 ഇരട്ട സംഖ്യകളുടെ എന്ത് കണ്ടെത്തണം? തുക കണ്ടെത്തണം. അപ്പൊ തുക കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 25 × 25 + 1 ചെയ്താൽ മതി. അതായത് 25 × എന്തെന്ന് വരും? 26 എന്ന് വരും. ഓക്കെ, 25 × 26 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇത് വെറുതെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 25 × 25 ചെയ്യുമ്പോഴത്തേക്ക് 625 വരും. പിന്നെ ഒരു 25 കൂടെ അതിൻ്റെ കൂടെ പ്ലസ് ചെയ്താൽ മതി, 650 എന്ന് സിമ്പിളായിട്ട് കിട്ടും. 650 വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. 25ഉം 26 കൂടെ ഗുണിക്കുക.
എങ്ങനെ വരും? 6 5 30 0 ശിഷ്ടം 3, 6 2 12, 12 3 15, 5 2 10 0 ശിഷ്ടം 1, 2 2 4 4 1 5, എത്രയെന്ന് വരും? 0 5 പിന്നെന്താണ് 6, അതായത് 650 എന്ന് കിട്ടി. ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 26 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 25 ഉണ്ട്. 25 × 25 25ന്റെ സ്ക്വയർ ആണ്. പഠിച്ചു വെച്ചിരിക്കണം 625. നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് പഠിക്കും. 25 × 25 625 ആണ്. പിന്നെ ഒരു 25 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്, അത് ഒരു 25 കൂടെ വരുമ്പോഴത്തേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 625 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 650. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഒന്ന് ഗുണിച്ചു നോക്കണം. അതായത് ആൻസർ എത്രയാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ 650 ആണ്. എത്രയാണ്? 650 ആണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ 50 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരട്ടസംഖ്യകളുടെ തുക കണ്ടെത്താൻ ആദ്യത്തെ ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n × n + 1 തന്നെയാണ്. പക്ഷെ 50 വരെ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എണ്ണം കണ്ടെത്തണം. അതിന് 50 ഇരട്ടസംഖ്യ കൊണ്ട് നേരെ പകുതി എടുത്താൽ മതി, 25 ഇരട്ടസംഖ്യകൾ വരും. അപ്പൊ എണ്ണം കിട്ടി. പിന്നെന്താണ്? 25 × 25 + 1, 25 × 26 എന്ന് വരും. 25 × 26 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 650 ആണ്. അതായത് ഇവിടുത്തെ ആൻസർ എത്രയെന്ന് കിട്ടും? 650 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഓക്കെ ആണോ മക്കളെ? അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ടൈപ്പാണ്? ഏകദേശം നമ്മൾ ഇന്ന് എത്ര ടൈപ്പ് പഠിച്ചു? 11 ടൈപ്പ് പഠിച്ചു. ഓക്കെ, ഈ 11 ടൈപ്പ് കൊണ്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി പഠിച്ചു വെച്ചോളണം, തെറ്റിക്കരുത്. ഉറപ്പായിട്ടും പഠിക്കണം. പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എഴുതി പഠിച്ചു വെച്ചോളണം. ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻസും ഒരു 2-3 തവണ എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കണം. ഒരു 2-3 തവണ ചെയ്ത് പഠിക്കണം. ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കുക. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു 7 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ട്. 7 ക്വസ്റ്റ്യനും ഉണ്ട്. അതിൻ്റെ ആൻസറും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ആരും ചെയ്യാതിരിക്കരുത്. ഉറപ്പായിട്ടും ചെയ്തു നോക്കണം. ഈ ആൻസർ തന്നെ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ പഠിച്ച മെത്തേഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പഠിച്ചത് എങ്ങനെയാണോ അതേപോലെ ചെയ്യണം, അതേപോലെ ചെയ്തു നോക്കണം. ഉറപ്പായിട്ടും ഈ ആൻസർ കിട്ടും. എല്ലാവരും ചെയ്തു നോക്കണം, ആരും ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഇന്ന് പഠിപ്പിച്ച എല്ലാ ടൈപ്പ് കാര്യങ്ങളും, നമ്മൾ ഇന്നൊരു ബേസിക് ടോപ്പിക്കാണ് പഠിച്ചത്. ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, ടാറ്റ.